പ്രൈസ് ദി ലോർഡ്. മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം 37-ാം വാക്യം. ജെറുസലേമേ, ജെറുസലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കും പോലെ നിന്റെ മക്കളെ ചേർത്തുകൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, എങ്കിലും നിങ്ങൾക്കോ മനസ്സായില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. തിരുവചനത്തെ ധ്യാനിപ്പാൻ കർത്താവ് നമുക്കൊരു അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതം കൂടെ ദാനമായി തന്ന ദൈവത്തിൻ്റെ സ്നേഹത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. പെന്തക്കോസ്റ്റ് മെസ്സഞ്ചർ യൂട്യൂബ് ചാനലിൽ കൂടെ ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ വന്ദനം ചെയ്യുന്നു. എത്ര പ്രാവശ്യം ഒരു പക്ഷെങ്കിൽ നമ്മൾ വായിക്കുകയും കേൾക്കുകയും ചെയ്തിട്ടുള്ള ദൈവത്തിൻ്റെ വചനം. കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കുന്ന വിധത്തെക്കുറിച്ച് നമുക്ക് നന്നായിട്ടറിയാം. ഒരു അപകടം വരുമ്പോൾ, അപകടമായ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ തള്ളക്കോഴി ഒരു പ്രത്യേക സ്വരം പുറപ്പെടുവിക്കുന്നു. ആ സ്വരം കേട്ടാലുടനെ തൻ്റെ കോഴി കുഞ്ഞുങ്ങൾ അത് പെട്ടെന്ന് തിരിച്ചറിയുന്നു. ആ അമ്മയുടെ ചിറകിൻ കീഴിലേക്ക് ഓടി സംരക്ഷണത്തിന് വേണ്ടി അടുക്കുന്ന കുഞ്ഞുങ്ങൾ. ഈ ശബ്ദത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇവർക്ക് രണ്ടുപേർക്കും മാത്രമേ ഈ ശബ്ദം തിരിച്ചറിയത്തുള്ളൂ. അതിൻ്റെ അർത്ഥം, അതിൻ്റെ കോഡിങ്, ഏത് രീതിയിലുള്ളതായ ശത്രുവാണ് വരുന്നത്, അവരെ തട്ടിയെടുക്കുവാൻ വരുന്ന ശത്രുവിൻ്റെ സ്വഭാവം എന്താണെന്ന് എല്ലാ സകല ഡീറ്റെയിൽസും അതിൻ്റെ ഡേറ്റ സഹിതം ആ ശബ്ദത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഈ ശബ്ദം കേട്ടുകൊണ്ട് ഒരു താറാവ് കുഞ്ഞ് ഓടി വന്ന് തള്ളക്കോഴിയുടെ ചിറകിൻ കീഴിൽ വരികയില്ല. ഒരു കുരുവി കുഞ്ഞുങ്ങൾ ഒന്നും തന്നെ ആ ശബ്ദം കേട്ടുകൊണ്ട് തള്ളക്കോഴിയുടെ ചിറകിൻ കീഴിൽ വരികയില്ല. ഒരു കുഞ്ഞുങ്ങളും അല്ലെങ്കിൽ ഒരു പക്ഷി കുഞ്ഞുങ്ങളും അവരുടെ ഈ കോഴിക്കുഞ്ഞിൻ്റെ ചിറകിൻ കീഴിലേക്ക് അപകടം മണത്തെറിഞ്ഞുകൊണ്ട് ശബ്ദത്താൽ തിരിച്ചറിഞ്ഞുകൊണ്ട് വരികയില്ല. ഈ അമ്മയ്ക്കും ഈ അമ്മയുടെ കുഞ്ഞുങ്ങൾക്കും മാത്രം ജന്മനാൽ ദൈവം കൊടുത്ത ചില കഴിവിനാൽ, കോഡുകളുടെ പ്രസരണ ശക്തിയാൽ അവരുടെ ഹൃദയത്തിലും അവരുടെ മസ്തിഷ്കത്തിലും മാത്രം പ്രാവർത്തികമാകുന്ന ഒരു ശബ്ദ തരംഗം, അപകട സൂചന. ദൈവത്തിന് സ്തോത്രം. അത് കേട്ടാൽ ഉടനെ കോഴിക്കുഞ്ഞുങ്ങൾ അമ്മയുടെ ചിറകിലേക്ക് വന്ന് അടുക്കുകയായി. ഈ മനോഹരമായ കാഴ്ച നമ്മുടെ ഭവനാന്തരീക്ഷത്തിൽ, നമ്മുടെ ചുറ്റുപാടുകളിൽ, ഏത് നാടുകളിലും ലോകത്തിൻ്റെ ഏത് കോണുകളിലും പോയാലും ഇവരുടെ ഭാഷയും ഇവരുടെ പ്രവൃത്തിയുമൊക്കെ കണ്ട് നമ്മെ വളരെ അതിശയിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ ഇതാ കർത്താവ് ജെറുസലേമിൻ്റെ അടുത്തുകൂടെ പോകുമ്പോൾ പട്ടണത്തെ നോക്കി, ആലയത്തെ നോക്കി, രാജ്യത്തെ നോക്കി, ഒരു കൂട്ടം ജനങ്ങളെ നോക്കിക്കൊണ്ട് ആരെയൊക്കെയോ കുറ്റപ്പെടുത്തി പറയുന്നതായ ഒരു വാചനം. യെരുശലേമേ, യെരുശലേമേ എന്ന് വിളിച്ചും കൊണ്ട് ആ ജെറുസലേം പട്ടണത്തെ ഒരു സ്ത്രീയോട് ഉപമപ്പെടുത്തി. പ്രൈസ് ദി ലോർഡ്. അതിനുശേഷം തുടർന്നുള്ളതായ കാര്യങ്ങൾ ഒക്കെ പറഞ്ഞതിന് ശേഷം കർത്താവ് അവളോട് പറയുകയാണ്, ആ ഉപമപ്പെടുത്തിയ സ്ത്രീയോട് പറയുകയാണ്, നിങ്ങൾക്കോ മനസ്സായില്ല. അപ്പോൾ ഉപമപ്പെടുത്തിയതായ സ്ത്രീ ഒരു പട്ടണമല്ല, പല പട്ടണമാണ്. ഒരമ്മയല്ല, പല അമ്മയാണ്. ഒരു വ്യക്തിയല്ല, പല വ്യക്തികളാണ്. ബഹുവചനം കൊണ്ടാണ് ആ വചനം, ആ വാക്യം അവസാനിക്കുന്നത്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, ദൈവം തരുന്നതായ ആശയം വളരെ ആഴമേറിയതാണ്. ഈ വചനത്തിൽ കൂടെ നമുക്ക് വലിയൊരു കനപ്പെട്ടതായ ഒരു വലിയ ആശയത്തെ തുറന്നു കിട്ടുന്നതായ ഒരു അവസ്ഥ. ദൈവവചനത്തിൻ്റെ ആഴത്തിലേക്ക് നാം കടന്നു നോക്കുമ്പോൾ, ഒരു ആപത്ത് വന്നിരുന്നാലും അപകട സൂചന കൊടുക്കാത്ത ഒരമ്മയെക്കുറിച്ച്, അല്ലെങ്കിൽ ഒരു തള്ളക്കോഴിയെക്കുറിച്ച്, ഉപദ്രവം വരുന്നു, നാശം വരുന്നു, ജീവഹത്യ നടക്കാൻ പോകുന്നു, കുഞ്ഞുങ്ങൾ അപഹരിക്കപ്പെടുവാൻ പോകുന്നു, ചിതറപ്പെടുവാൻ പോകുന്നുള്ളതായ സന്ദേശം എത്ര കൊടുത്താലും ഓടിവരാത്ത കുഞ്ഞുങ്ങൾ. ഒന്ന്, സന്ദേശം കൊടുക്കാത്ത അമ്മ, സന്ദേശം കൊടുത്താലും ഓടിവരാത്ത കുഞ്ഞുങ്ങൾ. ഈ രണ്ട് കൂട്ടരെ കർത്താവ് ഇതേ വാക്യത്തിൽ നിന്ന് നമുക്ക് എടുത്തു കാണിക്കുകയാണ്. അമ്മയുടെ ശബ്ദം കേട്ട് മനസ്സിലാക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പാരമ്പര്യമായി ജന്മനാലുള്ള കഴിവുകളുണ്ട്. ആ അർത്ഥങ്ങൾ മനസ്സിലാക്കും,
ആ ശബ്ദത്തെ അതിനെ ഡിക്കോഡ് ചെയ്യാനുള്ള കഴിവ് അതിന് കൊടുത്തിട്ടുണ്ടെങ്കിലും അനുസരണക്കേടിൻ്റെ ആത്മാവിനാൽ നിറയപ്പെട്ട് നിൽക്കുന്ന കുഞ്ഞുങ്ങൾ ആപത്തിനെ ഗണ്യമാക്കാതെ അത് തിരസ്കര സ്വഭാവത്തോടുകൂടി മത്സര സ്വഭാവത്തോടുകൂടി അവിടെ ഇവിടായി അലയുന്നു. അങ്ങനെ അലയുന്ന കുഞ്ഞുങ്ങളെ കണ്ടും കൊണ്ട് രക്ഷകനായ കർത്താവ് പറയുകയാണ്, ആ കുഞ്ഞുങ്ങളെ എനിക്ക് രക്ഷിക്കാൻ കഴിയുമായിരുന്നു, പക്ഷെങ്കിൽ നീ എനിക്ക് അനുവാദം തന്നില്ല. അപ്പോൾ അവിടെ നമുക്കൊരു ചോദ്യമുണ്ട്. കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ അമ്മയുടെ അനുവാദം വേണോ? കുഞ്ഞുങ്ങളെ അങ്ങ് രക്ഷിച്ചാൽ പോരെ? യഥാർത്ഥമായി രക്ഷിക്കാൻ വരുന്നവൻ അമ്മയോട് എന്തിന് അനുവാദം ചോദിക്കണം? ഇവിടെയാണ് ആ വചനത്തിൻ്റെ ട്വിസ്റ്റ് ഉണ്ടാകുന്നത്. ഇല്ല എങ്കിൽ ഈ കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി അങ്ങ് രക്ഷിച്ചാൽ പോരെ. ഇതൊക്കെ നടക്കുന്നില്ല എന്ന് കർത്താവ് അവിടെ വെളിപ്പെടുത്തുകയാണ്. എന്തുകൊണ്ട്? മനുഷ്യനിൽ അടങ്ങിയിരിക്കുന്ന ജന്മന വാസന പല രീതിയിലാണ് അവനെ വ്യാപിച്ച് അവൻ്റെ മേൽ വാസം ചെയ്യുന്നത്. അത് പ്രമാണങ്ങൾ കൊണ്ടും സ്വഭാവങ്ങൾ കൊണ്ടും ഉപദേശങ്ങൾ കൊണ്ടും പാരമ്പര്യമായ ചില ക്രിയകൾ കൊണ്ടും ചില പാരമ്പര്യ അനുധാവനങ്ങൾ കൊണ്ടുമൊക്കെ അവനെ വലയം ചെയ്ത് നിൽക്കുന്നതായ ചില രക്ഷയ്ക്കായി അവനെ വിടാത്ത ചില ശക്തി കേന്ദ്രങ്ങളുണ്ട്. ഒരിക്കൽ പരസംഗത്തിൽ പിടിക്കപ്പെട്ടതായ ഒരു സ്ത്രീയെ പരീശന്മാരും ചില യഹൂദന്മാരും പിടിച്ചും കൊണ്ട് വലിച്ചിഴച്ച് കർത്താവിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. യേശുവിനോട് പറഞ്ഞു, ഗുരു, ഇവൾ പരസംഗത്താൽ പ്രഥമ ദൃഷ്ട്യാ പിടിക്കപ്പെട്ടിരിക്കുന്നു. മോശയുടെ ന്യായപ്രമാണത്തിന് പ്രകാരം ഇവളെ കല്ലെറിഞ്ഞു കൊല്ലണം. നീ എന്തു പറയുന്നു? അങ്ങനെ ചോദിക്കയിൽ കർത്താവ് അവരോട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൻ, നിങ്ങളിൽ കുറ്റമില്ലാത്തവൻ, നിങ്ങളിൽ പരസംഗമില്ലാത്തവൻ, നിങ്ങളിൽ കുറവശമില്ലാത്തവൻ ഇവളെ ആദ്യമായി കല്ലെറിയട്ടെ. യേശുവിൻ്റെ വാക്ക് കേട്ടപ്പോൾ അവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. അവർക്ക് തോന്നി അവർ കുറവുള്ളവരാണ്, അവരിൽ പലരും പരസംഗം ചെയ്യുന്നവരാണ്, അവർ പാപമുള്ളവരാണ്, അവരിൽ അനേക തെറ്റുകുറ്റങ്ങളുണ്ട്. അവർക്ക് ആ തെറ്റുകുറ്റങ്ങൾ വെച്ചുകൊണ്ട് അവളെ കല്ലെറിയാൻ സാധിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. ആപത്തുകളുണ്ട്, അനർത്ഥങ്ങളുണ്ട്. ദൈവത്തിൻ്റെ വിളിയെയും മുന്നറിയിപ്പുകളെയും ദൈവരാജ്യത്തിന് സമീപ്യവും രക്ഷകനെയും അരുമനാഥനെയും തിരിച്ചറിയുവാനുള്ളതായ മശിഹയുടെ വാക്കുകൾ തിരിച്ചറിയുവാനുള്ളതായ ശ്രേണി അവർക്കില്ലാതായിപ്പോയി. അതിനെ വീണ്ടെടുക്കുവാൻ വേണ്ടി കർത്താവ് കൊടുത്തതായ ആഹ്വാനമാണ് ഇന്ന് നാം വായിച്ചതായ വേദഭാഗം. ജെറുസലേമേ, ജെറുസലേമേ, പല പ്രാവശ്യം അനേക പ്രവാചകന്മാരെ ഞാൻ നിങ്ങളുടെ അടുത്തയച്ചു, അനേകരെ ഞാൻ നിങ്ങളുടെ മുൻപിൽ അയച്ചു. നിങ്ങൾ അവരെ കൊന്നുകളഞ്ഞു, അവരെ കല്ലെറിഞ്ഞു. ആ കല്ലെറിയുവാനും കൊല്ലുവാനും നിങ്ങൾ ഉപയോഗിച്ചതായ മാർഗം ദൈവത്തിൻ്റെ ന്യായപ്രമാണം, മോശയുടെ ന്യായപ്രമാണം, നിങ്ങൾ ഉൾപ്പെട്ടു നിൽക്കുന്ന രാജ്യത്തിൻ്റെ ഉപദേശം, സമൂഹത്തിൻ്റെ ഉപദേശം, സംഘടനയുടെ ഉപദേശം, സഭയുടെ ഉപദേശം, ആലയത്തിൻ്റെ പാരമ്പര്യം, ഇതൊക്കെ ഉപയോഗിച്ച് നിങ്ങൾ പ്രവാചകന്മാരെ കൊന്നു, കല്ലെറിഞ്ഞു, അവരെ ഇല്ലാതാക്കി. അങ്ങനെ നിങ്ങൾ നിത്യശിക്ഷാവിധിക്ക് കാരണമായി തീർന്നു. നിങ്ങൾ ഒരാളല്ല, പലരാണ്. ഒരെരുശലേമല്ല, പല യെരുശലേമാണ്. ഒരമ്മയല്ല, പല അമ്മയാണ്. പല വ്യക്തികളുണ്ട്, മക്കൾ പലരാണ്. പക്ഷെങ്കിൽ ദൈവം ഈ പ്രഭാതത്തിൽ ഈ സന്ദേശത്തിൽ കൂടെ നമ്മുടെ രക്ഷയ്ക്കായി കാക്ഷിക്കുന്നവനെ, ഒരുവൻ ജീവരക്ഷയ്ക്കായി കാക്ഷിക്കുന്നുണ്ടെങ്കിൽ അവൻ ചില കെട്ടുകളിൽ നിന്ന് സ്വതന്ത്രനായി, പാരമ്പര്യ സ്വഭാവങ്ങളിൽ നിന്ന്, അമ്മയിൽ നിന്ന് ലഭിച്ചതായ അനേക വേരുകൾ അവനിൽ നിന്ന് മുറിക്കപ്പെട്ട് സ്വയം കുറ്റക്കാരനാണെന്നും പാപിയാണെന്നും അവനിൽ അനേക കുറ്റങ്ങളുണ്ടെന്നും എല്ലാം ഉള്ളതായ ഒരു ചിന്ത അവനെ ഭരിക്കത്തക്കവണ്ണം ദൈവത്തിൻ്റെ സന്ദേശത്തെ കേൾക്കുവാനുള്ളതായ ഒരു ഹിതത്തിനായി ഏൽപ്പിച്ചു കൊടുക്കുന്നവനാരോ അവരെ ദൈവം സ്നേഹിക്കുവാൻ വേണ്ടിയാണ് ഈ വചനം ഇന്ന് നമുക്ക് ചിന്തയ്ക്കായി നൽകിയിട്ടുള്ളത്. ഈ നൽകിയതായ വചനം മക്കളോട് ദൈവത്തിനുള്ളതായ ഒരു ചിന്ത, മക്കളെക്കുറിച്ച്, ദൈവമക്കളെക്കുറിച്ച്, മനുഷ്യജാതിയെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നതായ ഒരു ആഗ്രഹ പദവി, അവരെ രക്ഷിക്കുവാൻ ദൈവം ചെയ്യുന്നതായ ചില പ്രവൃത്തികൾ, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്നവൻ ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ഏകജാതനായ പുത്രനെ തരുവാൻ ദൈവത്തിന് പ്രസാദമായി തീർന്നുള്ളതായ
ആ സുവിശേഷം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, നമ്മുടെ ഭവനത്തിൽ കടന്നു വരുമ്പോൾ, നമ്മുടെ വ്യക്തിപരമായ ജീവിതങ്ങളിൽ, നമ്മുടെ തലമുറകളിൽ കടന്നു വരുമ്പോൾ, ഇതാ ജന്മനാലുള്ളതായ അനേക ബന്ധനങ്ങൾ നമ്മളിൽ നിന്ന് ഒഴിഞ്ഞ് ന്യായപ്രമാണം, അനേക ന്യായങ്ങൾ, അനേക രീതിയിൽ നമ്മുടെ നോട്ടത്തിൽ ന്യായമെന്ന് തോന്നുന്ന പല കാര്യങ്ങളും നമ്മളെ ശിക്ഷാവിധിയിലേക്ക് കൊണ്ടുപോകുന്നുള്ളതായ ബോധം നമ്മെ ഭരിക്കും. ദൈവം തരുന്നതായ രക്ഷയുടെ ആ വലിയ സന്തോഷം അനുഭവിക്കുവാൻ തക്കവണ്ണം നിൻ്റെ ഭവനത്തിൽ സമാധാനവും സന്തോഷവും കർത്താവ് നൽകുന്നതായ ആ കൊണ്ടുവന്നതായ സുവിശേഷത്തിൻ്റെ മഹാത്മ്യം നിൻ്റെ ഭവനത്തിൽ അധിവസിക്കുന്ന ഒരു സംഭവമായി സുവിശേഷം മാറ്റിവിടുവാൻ ഈ വചനം നിന്നെ സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.